അപ്പോൾ വിശ്വാസികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, വിശ്വാസികൾക്ക് മാത്രമേ ഒരു വിശ്വാസിയെ എങ്ങനെ ചീറ്റ് ചെയ്യണം. അതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയത് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ തമാശ. അതെടുത്തുകൊണ്ട് പോയി ജയറാമിനെ കാണിക്കുന്നു, അവരെ കാണിക്കുന്നു, ഇവരെ കാണിക്കുന്നു, അത് എഴുതി ഇമെയിൽ അയക്കുന്നു. അതായത് റാക്കറ്റാണ്. ഇത് മുഴുവൻ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പിണറായിയുടെ ഓഫീസിൽ ചെല്ലും. ഈ പറയുന്ന ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിമാരൊക്കെ പിണറായിയുടെ ഓഫീസുമായിട്ട് ചെയ്യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ഇത് തകർക്കുക എന്നുള്ള സംഭവം മാത്രമാണ്, അടിച്ചു മാറ്റുക. അത് A to Z അങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് ഗവൺമെൻറ് ഇത് ഭരിക്കേണ്ട ആവശ്യം. ഞാൻ ഇതിനകത്ത് കുമ്മനം രാജശേഖരൻ പറഞ്ഞ കറക്റ്റാണ്. ഗവൺമെൻറ് ഇതിനെ ഈ അമ്പലം ഭരിക്കുന്നത്, വിശ്വാസികളൊരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് അവരെ ഏൽപ്പിക്കുക, അവരെ ഭരിക്കട്ടെ. ഗവൺമെൻറ് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും, അത്രമാത്രം ചെയ്യുമ്പോൾ റോഡുകളോ അത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതിന് ഗവൺമെൻറ് ചാർജ് ചെയ്യുക. അല്ലെ അവരോട് ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ അനുസരിച്ച് അവരോട് ഈ പറയുന്ന ഈ വിശ്വാസികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറയുക. ഇത്രയല്ലേ ഉള്ളൂ സംഭവം. റോഡുകളും കാര്യങ്ങളും അവരുടെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക. എന്തിനാ ഈ ദേവസ്വം ബോർഡിൻ്റെ ആവശ്യം? അത് പൂർണ്ണമായിട്ടും പിരിച്ചുവിടണം. വിശ്വാസികൾ അത് ഭരിക്കട്ടെ. അതിൻ്റെ അകത്ത് നഷ്ടം ഉണ്ടായാലും കൊണ്ടായാലും ഒക്കെ അവർ തന്നെ അങ്ങ് സഹിച്ചോട്ടെ. എന്തിനാണ് ഇത്രയും വെട്ടിപ്പും തട്ടിപ്പും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഈ പ്രൈവറ്റായിട്ട് ഭരിക്കുന്ന തിരുപ്പതി ഉൾപ്പെടെ പല അമ്പലങ്ങളിലും ഈ തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ വിശ്വാസികളെ എങ്ങനെ വഹിക്കാം. അതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപെട്ട എല്ലാ അമ്പലങ്ങളിലും ഈ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ട്. കാരണം വരുന്ന എല്ലാം മില്ലിനേഴ്സും വന്ന് ഇഷ്ടം പോലെ പണം കൊടുക്കുകയാണ്. അവർക്ക് ദൈവത്തിന് അടുത്ത് നിന്ന് തൊഴാം. അതാണ് തിരുപ്പതിയിൽ പോയാൽ കാണാം, കൂടുതൽ പണം കൊടുക്കുകയും ദൈവത്തിന് അടുത്തേക്കുക. അതായത് ഇത് ഹിന്ദു മതത്തിൽ മാത്രമൊന്നുമല്ല, ക്രിസ്ത്യൻ മതത്തിലല്ലേ. പള്ളി പണയുക, അതിൻ്റെ അകത്തെ വെട്ടി അച്ഛന്മാർ വെട്ടിക്കുന്ന സ്ഥലം, കാത്തലിക് സഭയുടെ നിങ്ങൾക്കറിയാം ആ സ്ഥലവുമായി ബന്ധപ്പെട്ട വെട്ടി നടന്നത് എന്തുവാണെന്ന്. അതായത് വലിയ റാക്കറ്റും മാഫിയാണ് വർക്ക് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് സ്ക്രൂട്ടിനി നടത്തുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ആരാ ഇത് അന്വേഷിക്കാൻ പോകുന്നേ? ഈ അന്വേഷിച്ച് നിങ്ങൾ ഈ കാണിക്കുന്ന സെൻറ്റിമെൻറ്റ്സ് സംഭവമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. ഈ കള്ളം ഇത് അടിച്ചു മാറ്റിയവർക്കൊക്കെ കൃത്യമായിട്ടറിയാം എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്.